കഴിഞ്ഞ തവണ 55,000 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഗർവായിരുന്നു സ്മൃതി ഇറാനിക്ക്. അമേത്തി നേടിയത് എന്തോ സ്വർഗം കിട്ടിയതുപോലെ എന്ന രീതിയിലായിരുന്നു സ്മൃതി ഇറാനിയുടെ ഭാവവും പെരുമാറ്റവുമില്ല. പക്ഷേ ഇക്കുറി സ്മൃതി ഇറാനിക്ക് അവിടെ തുടർ വിജയം നേടാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് അവിടുത്തെ വോട്ടർമാർ മാറി ചിന്തിക്കുന്നത്. എല്ലായിടത്തും ഫ്ലക്സുകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. രാജീവിന്റെ മകൻ രാഹുലിന് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ടുള്ള ഒരു പോരാട്ടം. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ആപ്തവാക്യം തന്നെയാണ്. AICC എന്നോട് പറഞ്ഞാൽ തീർച്ചയായും അമേത്തിയിൽ കൂടി ഞാൻ മത്സരിക്കും. കാരണം വയനാട്ടിലെ ജയം ഉറപ്പാണ് എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും കൃത്യമായി അറിയാം. വയനാട്ടിൽ 5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ സമ്മാനിക്കാൻ അനുയായികൾ ഇരിക്കുന്നത് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം അമേഠിയിൽ ഒരു വോട്ടിനായിരുന്നാലും BJP-യെ തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വാശിയേറിയ ഒരു അജണ്ട തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രയാണത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നത്. അഖിലേഷ് യാദവ് പരിപൂർണമായ പിന്തുണ കോൺഗ്രസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ തീർച്ചയായും അമേത്തി വീണ്ടെടുക്കേണ്ടത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അനിവാര്യതയാണ് എന്നുള്ളത് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി സ്മൃതി ഇറാനിക്ക് വലിയ രീതിയിലുള്ള ബാലികേറ മലയായി കഴിഞ്ഞിരിക്കുന്നു അമേത്തി. കഴിഞ്ഞ തവണ ജയിച്ചതുപോലെ ഒരു ഈസി വാക്ക് ഓവർ ഇത്തവണ കഴിയില്ല എന്നുള്ളത് കൃത്യമായി സ്മൃതി ഇറാനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 2014 സ്മൃതി ഇറാനി ആദ്യമായി അമേത്തിയിൽ മത്സരിക്കുന്നത്. അന്നവർ രാഹുൽ ഗാന്ധിക്ക് നല്ല രീതിയിലുള്ള ഫൈറ്റാണ് കൊടുത്തത്. 1,07,000 വോട്ടുകൾക്കായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി അമേത്തിയിൽ ജയിച്ചു കയറിയത്. എന്നാൽ 2019 സ്മൃതി ഇറാനി അവിടെ വോട്ട് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ 55,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. എന്നാൽ അത് തുടർ വിജയമാകും എന്ന് വിചാരിച്ചാൽ അത് സ്മൃതി ഇറാനിയുടെ വെറും ചിന്തയാണ് എന്ന് സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് തന്നെ കോൺഗ്രസിനോടൊപ്പം പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളുള്ള UP-യിൽ കോൺഗ്രസിന് 10-ൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് സമാജ്വാദി പാർട്ടി അവിടെ സമാനതകളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്.